20 വർഷം മുമ്പാണ് കാവ്യ ചക്കരമുത്ത് എന്ന സിനിമ ചെയ്യുന്നത്. ബുദ്ധിക്കുറവുള്ള നായകനായി ദിലീപ് അഭിനയിച്ച ചിത്രത്തിൽ ഉണ്ണിമോൾ എന്ന നായികാ കഥാപാത്രമായി എത്തിയത് കാവ്യയായിരുന്നു. വില്ലനായി അഭിനയിച്ചത് രാഘവന്റെ മകനും നടനുമായിരുന്ന ജിഷ്ണുവും. വില്ലനായിട്ടായിരുന്നു ജിഷ്ണു ആ വേഷത്തിലേക്ക് എത്തിയത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വച്ചാണ് കാവ്യയുടെ അച്ഛൻ മാധവനും ജിഷ്ണുവിൻ്റെ അച്ഛൻ രാഘവനും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുന്നത്. ജിഷ്ണുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ രാഘവനും ഭാര്യയും മകനൊപ്പം ഷൂട്ടിംഗ് സെറ്റുകളിൽ എത്തുന്നത് അന്ന് പതിവായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പുകാരനായ രാഘവനും കാസർഗോഡ് നീലേശ്വരംകാരനായ മാധവനും തമ്മിൽ കൂട്ടാകാനും പരിചയക്കാരാകാനുമൊന്നും അധിക നേരം വേണ്ടി വന്നില്ല. അതിവേഗം സുഹൃത്തുക്കളായ ഇവർ പിന്നീട് ആ ബന്ധം ഇഴമുറിയാതെ കാത്തുവെന്നതാണ് സത്യം. ജിഷ്ണു ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശത അനുഭവിച്ചിരുന്ന കാലത്തുടനീളം താങ്ങായി രാഘവനൊപ്പം മാധവനും ഉണ്ടായിരുന്നു. ജിഷ്ണു മരണത്തിനു കീഴടങ്ങിയ ശേഷം രാഘവനും ഭാര്യയും തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതോടെയാണ് ആ സൗഹൃദത്തിലെ കൂടിക്കാഴ്ചകൾ കുറഞ്ഞത്. പിന്നാലെ മാധവൻ ചെന്നൈയിലേക്കും പോയെങ്കിലും ഫോണിലൂടെ വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു. കാവ്യയുമായും ദിലീപുമായുമെല്ലാം രാഘവൻ സൗഹൃദം പങ്കുവച്ചിരുന്നു. നേരത്തെ മാധവന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചിട്ടയായ ജീവിതശൈലി പാലിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നൽകിയിരുന്നത് രാഘവനായിരുന്നു. എന്നാൽ അതിനൊന്നും മാധവന്റെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ മാധവന്റെ മരണവാർത്ത രാഘവനും ഭാര്യയും അറിഞ്ഞത്. തുടർന്ന് സംസ്കാരം കൊച്ചിയിലാണെന്ന് അടുത്ത സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ അറിഞ്ഞതോടെ ഇന്നലെ വൈകിട്ട് വെണ്ണലയിലെ കാവ്യയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും. അതേസമയം കാവ്യയുടെ അച്ഛൻ മാധവന്റെ സംസ്കാരം ഇന്ന് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീലേശ്വരത്തു നിന്നും വിദേശത്തു നിന്നും അടക്കം നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി വൈകിയും നിരവധി താരങ്ങളും കുടുംബങ്ങളുമാണ് തങ്ങളുടെ മാധവേട്ടനെ അവസാന നോക്ക് കാണുവാനായി എത്തിയത്. എല്ലാവരും വന്ന് അച്ഛനെ കണ്ടു മടങ്ങും വരെ വേദനയോടെയായിരുന്നു കാവ്യയും അമ്മയും മൃതദേഹത്തിനരികിലിരുന്നത്. നടി ജോമോൾ, ആശ, ബേബി നയൻതാര, നടി മുക്ത, മുക്തയുടെ മകൾ കൺമണി, കുഞ്ചാക്കോ ബോബന്റെ ഭാര്യ പ്രിയ, ലിസ്റ്റിൻ സ്റ്റീഫൻ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങി നിരവധി പേരാണ് അച്ഛന് അനുശോചനം അർപ്പിക്കുവാനായി വീട്ടിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഭൂരിഭാഗം പേരും വന്ന് മടങ്ങിയിരുന്നു. ഇന്ന് രാവിലെയും നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യയുടെ വീടിന്റെ മുറ്റത്ത് വേദനയോടെ കണ്ണീരടക്കി നിൽക്കുന്ന ദിലീപിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.